നമസ്കാരം, ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ചമ്പക്കരയിലാണ്. ചമ്പക്കര തൈക്കൂടത്താണ്. ചമ്പക്കര തൈക്കൂടത്താണ് നമ്മളുള്ളത്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ജിജു ആണ്. ഹായ് ജിജു, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. നല്ല വിശേഷം. ഭയങ്കര ഹാപ്പിയാണ് ഇതെന്ന്. സത്യമായിട്ട് ഹാപ്പിയാണ്. അതെ അല്ലേ, നമ്മുടെ എന്താ പറയാ, ലൈഫ് തന്നെ മാറി അല്ലേ, ചേഞ്ച് നല്ല രീതിക്ക് ചേഞ്ച്. കുറെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഒരു ചമ്പക്കര നൈറ്റ്സിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സത്യം അല്ലേ? ഈ ചമ്പക്കര നൈറ്റ്സ് എന്ന് പേരിടാൻ കാര്യം എന്താ? ചമ്പക്കര നൈറ്റ്സ് എന്ന് പേരിടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു 4 വർഷമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ചമ്പക്കര നൈറ്റ്സ്. ഇത് ഓൾറെഡി ചമ്പക്കരിലായിരുന്നു. അപ്പോൾ എൻ്റെ ആ ഒരു ഇതിൽ ഞാൻ ഈ ചമ്പക്കരിൽ വന്നിട്ട് ഒരാളായ ഒരു വ്യക്തിയാണ്. ആളായതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആളാകുന്നല്ല, ഈ എന്നെ ആൾക്കാർ അറിയാനും നമുക്ക് എൻ്റെ ഒരു കച്ചവടം. ജിജു എന്നുള്ളൊരു പേരില് അറിയപ്പെടാൻ തുടങ്ങിയത് ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നിട്ടാണ്. ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നിട്ടാണ് അത്യാവശ്യം ആൾക്കാരുകൾ, നല്ല നല്ല ആൾക്കാരായിട്ടുള്ളൊരു ബന്ധം നമുക്ക് കിട്ടിയത്. അപ്പൊ അതൊക്കെ ഞാൻ ഈ കുക്ക് ചെയ്യണത് കഴിക്കുമ്പോൾ എല്ലാവരും പറയും നമുക്കൊരു തട്ടുകട ഇടാന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ മെയിൻ എന്ത് കാര്യം ഞാൻ ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു ധൈര്യം എന്ന് വെച്ചാൽ നമ്മുടെ അമ്മച്ചി എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല അന്തസ്സായിട്ട് ഭക്ഷണം ഉണ്ടാകും. എന്ത് സാധനം ഉണ്ടാക്കിയാലും ശരി, നമ്മുടെ ഞാനിവിടെ ഉണ്ടെങ്കിൽ എൻ്റെ നാക്ക് കൊണ്ട് നമ്മൾ ഒക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുള്ളൂ. അപ്പൊ ഞാനില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ടെൻഷനാണ്, ഇത് നല്ലതായിരിക്കും. പക്ഷെ അമ്മച്ചി ചെയ്ത് എന്ത് സാധനം ഉണ്ടാക്കി അമ്മച്ചി ഒന്നും ടേസ്റ്റ് ചെയ്യില്ല. മെയിനായിട്ട് നമ്മുടെ ബ്രെഡ് സ്റ്റൂ, അതാണ് നമ്മളുടെ മെയിൻ സാധനം. അതായത് ഈ ബ്രെഡ് സ്റ്റൂ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബൺ റോഡ്, ചെലവന്നൂർ ബൺ റോഡ് ആണ്. ഇത് ചെലവന്നൂർ പാലോള്. അതായത് എറണാകുളത്തേക്ക് ബ്ലോക്കാ സിഗ്നല ഒന്നും ഇല്ലാണ്ട് എറണാകുളം കടവന്ത്ര ഭാഗത്തേക്ക് എത്താൻ പറ്റിയ ഒരേ ഒരു വഴിയാണ് ഇത്. അപ്പൊ ഇതിപ്പോ മെട്രോന്റെ വാട്ടർ മെട്രോന്റെ ഒരു സംഭവം വന്നതിന്റെ പേരിലാണ് ഈ സംഗതി ബ്ലോക്ക് ആയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ സംഗതി ബ്ലോക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ അടുത്ത് ചുറ്റോട്ട സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും നിർത്തി പോയി. നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആ ഒരു ദിവസത്തെ വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ഭയങ്കര ഒരു, കാരണം ഫ്രൈഡ് റൈസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്, ബിരിയാണി, ലൈവ് പൊറോട്ട, പിന്നെ അമ്മച്ചിയുടെ കറികൾ, സാധനങ്ങളെല്ലാം കൊണ്ട് ഒരു ലോഡ് സാധനങ്ങളൊരു കടയിരുന്നത്. പക്ഷെ ഇത്ര സാധനങ്ങൾ ശരിയാക്കിയാലും ശരി നമുക്ക് ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ഈ മെട്രോക്കാരുടെ ചായ കച്ചവടവും ഈ അടുത്തുള്ള ഈ രാവിലത്തെ ഒരു ഇത് മാത്രം നമുക്ക് മാക്സ് 30,000 4,000 ആ ഒരു ബഡ്ജറ്റിലായിരുന്നു. അതായത് ഒന്നല്ലെങ്കിൽ ചിക്കൻകാരന് പെൻഡിങ്, പിന്നെ ബീഫുകാരന് പെൻഡിങ് വരില്ല, കാരണം ബീഫ് നമ്മുടെ കൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കാറില്ല. പിന്നെ ഒന്നല്ലെങ്കിൽ ചിക്കൻകാരന് പെൻഡിങ്, അല്ലെങ്കിൽ പലചരക്കാരന് പെൻഡിങ്, പച്ചക്കറിക്കാരൻ്റെ പെൻഡിങ്, അങ്ങനെ പെൻഡിങ്ങുകൾ മാത്രം ആയിട്ടുള്ളൊരു പോയിച്ചിട്ട് കടയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂണ്ടയിൽ കോർത്തിടുന്ന മീനായിരുന്നു ഞാൻ. ചൂണ്ടയിൽ കോർത്തിടുന്ന മീനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കൊത്തോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആദ്യം സാമ്പിൾ ഇടൂലേ ചൂണ്ടയിൽ. അതുപോലെ എന്നെ പല ആൾക്കാരും പല പറമ്പിലും ഇട്ട് നോക്കിയിട്ടുണ്ട്, ഇവിടെ വിജയിക്കോ. അപ്പൊ അവിടെയൊക്കെ ഞാൻ വിജയം കണ്ടു വന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ എടുത്ത് മാറ്റും. പിന്നെ നമ്മള് ഇവിടുത്തെ ഒരു മെയിൻ വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ മെയിൻ വിഭവം എന്ന് പറഞ്ഞാൽ ബ്രെഡ് സ്റ്റൂ ആണ്. അത് ബ്രെഡ് സ്റ്റൂ ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കൊരു നഷ്ടങ്ങളുടെ കച്ചവടത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കൂടെ എന്ന് വെച്ചാൽ 4 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായ പിള്ളേർ, നല്ല പിള്ളേരാണ്. അവരെ വളരെ വിഷമത്തോടെ ആണെങ്കിലും അവർ ഇവിടെ പോയിക്കോളാൻ പറഞ്ഞു. നമ്മുടെ അവസ്ഥ അതായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റെന്റ് 26,000 രൂപ റെന്റ് ഉണ്ട് ഇനി. ആ സമയത്ത് 40,000 രൂപ 35,000 രൂപ കറണ്ട് കാശ് വരും. അതായത് ഫുൾ ബിൽഡിങ് ഫുൾ കൊമേഴ്സ്യൽ നടക്കും. അപ്പൊ ആ ഒരു സമയത്ത് ഇവരുടെ ചെലവ് കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ എനിക്ക് എന്നെ കൂടെ താങ്ങാൻ പറ്റാത്തൊരവസ്ഥയും. അങ്ങനെ ഈ പരിപാടി നിർത്താം എന്നുള്ള ഇതിൽ നമ്മൾ ആ സൈഡൊക്കെ പൊളിച്ച് ആ ഷീറ്റൊക്കെ അഴിച്ച് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു സ്റ്റേജിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ബ്രെഡ് സ്റ്റൂ
ഒരു വെറൈറ്റി അതൊരു വെറൈറ്റി ആണെന്നുള്ള കാരണം സ്റ്റൂ നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ മെയിനായിട്ട് ബ്രെഡ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ആവി കയറ്റിയ ബ്രെഡ് അത് ഇപ്പോൾ ജോജി ചേട്ടൻ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു സംഭവം കിട്ടി ചെയ്യാം. അങ്ങനെ ഞാൻ ഒരു ഇതൊക്കെ വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ ഒരു പയ്യനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്നെ പോലെ നമുക്കിങ്ങനെ പരിപാടി തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ടോ, നമുക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. ആ പയ്യൻ പറഞ്ഞിട്ട് ചേട്ടൻ 120 രൂപ അറേഞ്ച് ഇട്ടിട്ട് ചേട്ടൻ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു 120 വേണ്ട, നമുക്കൊരു 80 രൂപ മതി. അധികം ലാഭം വേണ്ട. കാരണം കുടുംബമായിട്ട് ചെയ്യണ പരിപാടിയല്ലേ, ഇതിന് പണിക്കാശില്ലെന്നില്ല. നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുടക്കിയ കാശ് ഇത് വലിച്ചു പറിച്ചെടുത്തിട്ട് പോകാനും പറ്റൂല, അതായത് കഴിച്ചിട്ട് തുപ്പാനും പറ്റില്ല, മധുരിച്ചിട്ട് ഇറക്കാനും പറ്റൂലാത്തൊരു ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സാധനം ഞാൻ സെറ്റാക്കി. അപ്പോൾ ഈ പറഞ്ഞാൽ ഒരുപാട് റേറ്റ് വേണ്ട, ഈ ഒരു ചെറിയ റേറ്റ്. അപ്പോൾ ആദ്യം ഞാൻ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്ത് ആ പയ്യൻ വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടൊക്കെ പോയി, അത് വലിയ സക്സസ് ആയില്ല. അപ്പോൾ ഈ പറഞ്ഞ 10 പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം 4ാമത്തെ കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ഡേറ്റ് കഴിഞ്ഞു. പിന്നെ അത് പൊരിച്ചു പോകും, ഒരു രക്ഷയില്ല. അപ്പോഴും അമ്മൂച്ച പറഞ്ഞു മോനെ വേണോ പോവാ, ഞങ്ങൾ കുറച്ചും കൂടി പോട്ടെ. അങ്ങനെ ഇതായി കഴിഞ്ഞു. പിന്നെ ഇവിടെയുള്ള ചുറ്റുവട്ടം ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ട് എന്തുണ്ട് മുട്ടക്കറി ഉണ്ടോ, അതുണ്ടോ ഇതുണ്ടോ, ഇല്ല ബ്രെഡ് സ്റ്റൂവേ ഉള്ളൂ, ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ എന്നും. പിന്നെ ആൾക്കാരെ പുച്ഛ കിട്ടാൻ തുടങ്ങി. ഈ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥിരമായിട്ട് ആൾക്കാർ വന്നിട്ട് അതേ ഉള്ള. അപ്പോൾ ഇവിടെ സൈറ്റിൽ പണിക്കാറുണ്ട്, അവർ അപ്പുറം ഇപ്പുറം 5-6 സൈറ്റുകളുണ്ട്. ഇവരെപ്പോൾ വന്നാലും ചോദിക്കുന്നത് ഇതുണ്ടോ ബ്രെഡ് സ്റ്റൂ ഉണ്ട്, ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ ഒരു ചായ വെക്കാനുള്ള മൈൻഡിൽ ഇതിപ്പോൾ രാവിലെ കുറച്ച് ചായക്ക് ആൾക്കാർ വരും. അപ്പോൾ നമ്മുടെ ഒരു ചായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിൻ്റെ പേരിൽ ചായക്ക് രാവിലെ വരും. അത് ഞാൻ 6 മണിക്ക് കട തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നിപ്പോൾ നിറച്ച് വണ്ടി ഇങ്ങനെ നടന്നു. ഞാൻ ചില ഫംഗ്ഷൻ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും മരിപ്പ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള മൂഡിൽ നിൽക്കുമ്പോഴത്തേക്കും അത് 2-3 നേരം ഞാൻ ഷട്ടർ നോക്കാൻ സൗണ്ടാകെ കേട്ടപ്പോഴത്തേക്ക് 2-3 നേരം ഇങ്ങോട്ട് വന്നു. ചേട്ടാ ബ്രെഡ് സ്റ്റൂ, ചേട്ടാ ബ്രെഡ് സ്റ്റൂവും അമ്മച്ചി പള്ളിയിൽ പോയേക്കണേ. അങ്ങനെ അവരിവിടെ നിർത്തി, ഞാൻ വേഗം പോയി അമ്മനെ പള്ളിയിൽ നിന്ന് വിളിച്ചിട്ട് വന്ന് ഞങ്ങൾ 2 പേരും കൂടി വേഗം സ്പീഡിൽ കാര്യങ്ങളൊക്കെ ഇതാക്കി. അവർ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. അത്യാവശ്യം ആൾക്കാരത് ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോയി. പക്ഷെ കഴിച്ച ആൾക്കാരെല്ലാവരും ഓക്കെ പറഞ്ഞു, അമ്മച്ചിനെ കാണണമെന്ന് പറഞ്ഞു. അമ്മച്ചിയായിട്ട് എല്ലാവരും ഇതായി. അങ്ങനെ പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടം വരെ എത്തി. ഇപ്പം ഞാൻ പ്ലേറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി മൊത്തം ബയോ പേപ്പർ പ്ലേറ്റ് ആക്കി. കാരണം അതിൻ്റെ വാഷിംഗ് ടൈമും കളയണ്ട, പിന്നെ ആൾക്കാർക്ക് നല്ല രീതിക്ക് സെർവ് ചെയ്യാന്ന് വെച്ചിട്ട് ആ ഒരു ഇതിൽ. പിന്നെ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് സ്റ്റൂവും മാത്രമല്ല നമ്മുടെ കയ്യിൽ ബീഫിൻ്റെ വീന്താലും, അതായത് നമ്മുടെ പണ്ടത്തെ ഒരു സ്റ്റൈലിലെ ഒരു വീന്താലും, അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ പ്രത്യേക ഒരു മസാലയിൽ അമ്മച്ചിയുടെ ഒരു കൈപ്പുണ്യത്തിൽ ഉണ്ടാക്കുന്ന സംഭവം. പിന്നെ ഈ എറണാകുളം ജില്ലയിൽ പോയിട്ട് എങ്ങും കിട്ടാത്തൊരു സാധനമാണ് നമ്മുടെ ബീഫ് പച്ച മസാല. ബീഫ് പച്ച മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല കുരുമുളക്, പച്ചക്കുരുമുളക് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രത്യേക ഒരു മസാല. അതിന്റെ റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോലും അറിയാൻ പാടില്ല, അത് എൻ്റെ അമ്മച്ചിയുടെ കയ്യിലാണ്. പിന്നെ ഉപ്പിൽ വെന്ത ഇറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഇറച്ചിയും ശരിയാണ്. ഉപ്പിൽ വെന്ത ഇറച്ചി ആൾക്കാർ വിചാരിക്കും ഉപ്പിൽ വെന്ത ഇറച്ചി എന്ന് പറയുമ്പോഴത്തേക്കും പച്ചമുളക് ആപ്പില ഇഞ്ചി ഇട്ടിട്ട് ഉപ്പിൽ വെന്ത ഇറച്ചി ആവില്ല. അതിന് പ്രത്യേക ഇറച്ചിയുടെ ഭാഗങ്ങളുണ്ട്. ഞാനിവിടെ മെയിനായിട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫിൻ്റെ നെഞ്ചി, വാരി, ആ ഒരു ഭാഗങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഉപ്പിൽ വന്നിറച്ചി സൂപ്പ്. അതായത് മസാലകളൊന്നുമില്ലാത്ത ഒരു സംഭവം, എന്നാൽ ശരീരത്തിന് ഏറ്റവും ബെറ്റർ സാധനം. അതായത് മസാലകളൊന്നുമില്ലാത്തൊരു ഒരു ബീഫ് സ്റ്റൂ കഴിക്കുക. ബീഫ് സ്റ്റൂ അല്ല, ബീഫിന്റെ സൂപ്പ് കഴിക്കുക. ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ അതിന് മറ്റുള്ള സ്ഥലങ്ങളില്ലാത്ത ഒരു വെറൈറ്റി ഐറ്റംസ് മാത്രം അത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ബീഫ് റോസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഉണ്ടാവില്ല, ബീഫ് ഫ്രൈ ചോദിച്ചാൽ ഉണ്ടാവില്ല. ഈ പറഞ്ഞ അതൊന്നും നമ്മൾ വേണ്ട, അത് മറ്റു കടയിൽ ഉള്ള സാധനം വേണ്ട, നമ്മുടെ കടയിലേക്ക് മാത്രം സ്പെഷ്യലായിട്ടൊരു സംഭവം. അപ്പൊ ഇവിടെ മറ്റേ ആൾക്കാർ ബ്രെഡ് സ്റ്റൂ കഴിക്കാൻ, മറ്റേ ആൾക്കാർ ബീഫ് വീന്താലും ഇഷ്ടപ്പെടുന്നുണ്ട്, ബീഫ് പച്ച മസാല ഇഷ്ടപ്പെടുന്നുണ്ട്, പുലിവന്ത ഇറച്ചി ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എൻ്റെ അമ്മയുടെ ഒരു കൈപ്പുണ്യം. അതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആരുടെയും അമ്മച്ചിയുടെ കൈപ്പുണ്യം, നമ്മുടെ ഒരു സഹകരണവും, നമ്മുടെ ഒരു ആത്മധൈര്യം. അത് മാത്രമല്ല നമ്മളൊരു കുടുംബം പോലെ പോകുന്ന അത്രേ ഉള്ളൂ. അതിന് അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, അമ്മച്ചി വെച്ച് കഴിഞ്ഞിട്ട്
നിങ്ങളുടെ അടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അതായത് നമ്മുടെ വീട്ടില് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ്. അത്രേ ഉള്ളൂ. ഇപ്പൊ എന്റെ കുട്ടിയാണെങ്കിൽ പോലും ഇവിടുന്ന് എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും നമ്മ അയ്യോ അത് കഴിക്കില്ല ഇത് കഴിക്കില്ല നമുക്ക് പറയില്ല. എന്ത് വേണമെങ്കിലും കഴിക്കാം. എന്റെ കൊച്ചു വരെ എന്ത് വേണമെങ്കിലും കഴിക്കാം. അതായത് ഒരാള് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു 80 രൂപ ചായ ഒരു കൂട്ടി കഴിയുമ്പോഴത്തേക്കും ഇവർ എക്സ്ട്രാ 2 ബ്രെഡ് വാങ്ങിച്ചാലും ഇതൊരു 100 രൂപ ബഡ്ജറ്റിൽ കാര്യമെല്ലാം കഴിയാം. ഇത് എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് സംഗതി കിട്ടുന്നത്? ശരിക്കും ഈ ബ്രെഡ് സ്റ്റൂവിന്റെ ടൈം പലരും പല വീഡിയോസ് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാവരും 8 മുതൽ കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ഒരു 9 മണിയാണ് ഈ അതായത് ഒരു ടെൻഷൻ ഇല്ലാണ്ട് ഒരു സ്റ്റൂ റെഡിയായി നല്ല രീതിക്ക് സർവ് ചെയ്യാൻ പറ്റുന്നത് 9 മണിയാണ്. അതായത് ഈ 8 മണിക്ക് വന്നാലും 8:30 വന്നാലും കിട്ടും. പക്ഷെ അത് നമുക്കൊരു ധൃതി പിടിച്ച് ആൾക്കാർക്ക് സർവ് ചെയ്യാം. അത് സർവ് ചെയ്യണം മാത്രമല്ല നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ഇരുന്നാലാണ് അതിന്റെ ഒരു ടേസ്റ്റ്. അത്രേ ഉള്ളൂ. ഫുഡിന് ഈ പറഞ്ഞ പോലെ ഉപ്പിലൊന്ന് ഇറച്ചി കാര്യങ്ങൾ ഇതെല്ലാം. പിന്നെ ഓൾറെഡി നമുക്കൊരു ബീഫിന്റെ ഷോപ്പ് ഉള്ളതിന്റെ പേരിൽ എനിക്കറിയാം ഒരു കാരണം എൻ്റെ അപ്പൻ്റെ അപ്പം മുതൽ ഇറച്ചിയുടെ പരിപാടിക്കാണ്. അവ ഒരു കന്നുകാലിയുടെ എവിടെ നിന്ന് എന്ത് ഭാഗം എടുത്തു കഴിഞ്ഞാൽ എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ത് കാര്യത്തിനാണെന്ന് നമുക്ക് നല്ല രീതിക്ക് അറിയാം. കാരണം ചെറുപ്പം പോലെ നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം അറിയാം ഇതിന്റെ പേരിൽ. അപ്പൊ അതിന് ഞാനിവിടെ എടുക്കുന്ന സ്റ്റൂവിനാണെങ്കിൽ തന്നെ അത്യാവശ്യം ഇളയ ഇറച്ചി. അതായത് ഇളയ ഇറച്ചി എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൂ ഓൾറെഡി വൈറ്റ് ആണ്. അതിന് നമ്മൾ മൂത്ത ബീഫ് കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഇറച്ചി അതിൽ ബ്ലാക്ക് ആയിട്ട് ഇരിക്കും. ബ്ലാക്ക് ആയിട്ട് അപ്പൊ സ്റ്റൂ വൈറ്റും അതിൽ കിട്ടുന്ന ഇറച്ചി ബ്ലാക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ സർവ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ട്. അതിന് മെയിനായിട്ട് വൈറ്റ് മീറ്റ് ആയിട്ടുള്ള ക്രാവുകൾ അതൊക്കെ നമുക്ക് പറ്റുള്ളൂ. പിന്നെ വീന്താലു എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഈ വീന്താലും എനിക്ക് ഒട്ടും നെയ്യില്ലാത്ത ഇറച്ചി ഒരു ഇറച്ചി കിടക്കുന്നുണ്ട്. വീന്താലും ഒട്ടും നെയ്യ. പക്ഷെ വീന്താലും നമ്മളോടൊക്കെ നെയ്യുള്ള ഇറച്ചി വെച്ചാൽ വീന്താലും ഉണ്ടാകും. ആ നെയ്യ് ഉണ്ടെങ്കിലാണ് ആ ഇറച്ചിക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ ഈ വീന്താലും എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി മണിക്കൂറുകളോളം ഇരുന്നാലാണ് ഇരിക്കും തോറും അതിന്റെ ടേസ്റ്റ് വർദ്ധിക്കും. അതൊന്ന് സോഫ്റ്റ് ആകൽ മാത്രമല്ല അതിന്റെ ആ ഒരു പേസ്റ്റ് ഇതിന്റെ ബീഫിന്റെ നാരുകളൊന്ന് ലൂസായി കിട്ടും. പിന്നെ വിനീഗറും ഇതെല്ലാം കൂടി ഈ പറഞ്ഞ പോലെ തന്നെ ഈ മുരിങ്ങയുടെ തൊലിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ബീഫിന്റെ ലെയറുകളൊന്ന് സ്മൂത്ത് ഭയങ്കര ഇതായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പീസ് മതി. ശരിക്കും പറഞ്ഞാൽ ഒരു പീസ് ശരിക്കും ഒറ്റ പീസ് ഉണ്ടെങ്കിൽ ഒരു പാത്രം ചോറിനാൻ പറ്റും. അതാണ് നമ്മുടെ വീന്താൽ. പിന്നെ ബീഫിന്റെ പച്ച മസാല എന്ന് പറഞ്ഞാലും അതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ അതിനുള്ള നെയ്മയുള്ള ഇറച്ചികൾ ബീഫിന്റെ ബ്രിസ്ക്കറ്റ് ലൈൻ്റെ ഇറച്ചി അങ്ങനെ കുറേ ഇറച്ചിക്ക് കുറേ ഭാഗങ്ങളുണ്ട്. അങ്ങനെ ഓരോ ഭാഗങ്ങൾ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു പ്ലേറ്റ് ഇറച്ചിയിൽ മറ്റു ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കണ പോലെ വേസ്റ്റ് ഉണ്ടാവില്ല. നെയ്യ് ഉണ്ടാവും. നെയ്യുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല ഇറച്ചിക്ക് നെയ്യുണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ ചങ്ക് കരള് തല നാക്ക് അങ്ങനെയുള്ള ആ ഒരു സാധനങ്ങൾ ഈ കടയില ഒരു പ്ലേറ്റ് ഇറച്ചിയിൽ നിങ്ങൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു പ്ലേറ്റ് ഞാൻ ഫ്രീ ആയിട്ടുള്ളൂ. അതാണ് നമ്മുടെ ചമ്പക്കര നൈറ്റ്സിന്റെ ക്വാളിറ്റി. അതായത് നമ്മൾ എടുക്കുന്ന ഇറച്ചി നന്നായിരിക്കും. നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളും പിന്നെ ഇവിടെ വേറൊന്നുമല്ല. ഇപ്പൊ നെയ്യില്ലാത്ത ഇറച്ചി കൊണ്ടുവന്നാലും ശരി അമ്മച്ചി അത് സംഭവം അത് റെഡിയാക്കി തീരണ പോലെ നമുക്ക് സ്വയം തരില്ല. കാരണം പുള്ളിക്കാരത്തിക്കാണ് കുക്കിംഗ് മാത്രമല്ല വന്ന ഇറച്ചിയുടെ ക്വാളിറ്റി കൂടെ നോക്കിയിട്ട് പാചകം ചെയ്യും. അമ്മച്ചി കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായല്ലോ. പിന്നെ ഞാൻ ജനിക്കുന്ന മുമ്പ് കാണാനേ അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരത്തി ഇതിന്റെ ആ ബീഫ് നല്ല ബീഫാണെങ്കിൽ മാത്രമേ പുള്ളിക്കാരത്തി ഒരു നല്ല രീതിക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതും നമ്മൾ മെയിനായിട്ട് ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു പരിപാടി. പിന്നെ അതുപോലെ തന്നെ എത്രത്തോളമാണ് ഫാമിലിയുടെ സപ്പോർട്ട്? ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ടൽ നിലനിൽക്കുന്ന ഫാമിലിയുടെ സപ്പോർട്ടിൽ തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫുഡിന്റെ ചായ സ്പെഷ്യൽ ആണെന്നോ? ചായ സ്പെഷ്യലാണ്. ചായ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ ചെറുപ്പം മുതൽ മാർക്കറ്റ് ചായ കുടിച്ച് കാരണം നമ്മ എത്ര ക്ഷീണം ഉണ്ടെങ്കിലും എത്ര ഇതുണ്ടെങ്കിലും നമുക്ക് രാവിലെ ഒരു എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ കിട്ടുന്ന ആ ഒരു ചായയുടെ എനർജിയിലാണ് പിന്നെ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കാൻ നമ്മുടെ വണ്ടി ഓടണം. അപ്പൊ ഈ ചായയുടെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ 12 മണിക്കായിരിക്കും കിടന്നേക്കണം, ചിലപ്പോൾ 3 മണിക്ക് എഴുന്നേക്കേണ്ടി വരും. അപ്പൊ എന്നാലും
വേറെ ഒന്നുമല്ല, ഒരു ഗ്ലാസ് ആ ചായയുടെ രീതിയിൽ കുടിച്ചു കഴിഞ്ഞാൽ അതിലാണ് നമ്മൾ ഇത്രയും നാളും അത് നമ്മുടെ സ്പെഷ്യലാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു ചായ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നുള്ളൊരു ഇതാണ്. ഇവിടെ ഞാൻ എൻ്റെ ചായയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നെയ്യ് വേണം, കാര്യങ്ങൾ വേണം. ഞങ്ങൾ ഈ ചായ തന്നെ ഈ ചിലപ്പോൾ കാച്ചി വെക്കണം പാലിൻ്റെ പാട എടുത്തിട്ട് അതിൽ നിന്ന് ഇവിടെ നെയ്യ് ഉണ്ടാക്കി, മനസ്സിലായി? അതായത് ഈ വലിയ പാത്രത്തിലൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മേളിൽ പാട വരും, ആ പാട അങ്ങനെ എടുത്ത് മാറ്റും. അതൊരു വൈകുന്നേരത്തേക്കുള്ള ഏകദേശം ഒരു ഗ്ലാസ് സംഭവം കഴിയും, അത് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കും. അതിന് 2 ദിവസം 3 ദിവസം ആയി കഴിയുമ്പോഴത്തേക്ക് അതെടുത്തിട്ട് ഇവിടെ ഉരുക്കി നെയ്യാക്കും. അപ്പൊ അത്തരം ക്വാളിറ്റിയിലാണ് നമ്മളിവിടെ ചായ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഏതൊരു സ്ഥാപനത്തിന്റെ മെയിൻ പാർട്ട് എന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫാണ് അല്ലേ? സ്റ്റാഫ് ഉണ്ടെങ്കിലല്ലേ നമ്മളുടെ നിലനിൽപ്പുള്ളൂ. അത് എത്ര ഉള്ളൂ. ഇപ്പൊ ഈ ഒരു തൊഴിലാളികൾ ഉണ്ടെങ്കിലേ മുതലാളികൾ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ഈ 7 മണിക്ക് നമ്മുടെ കട സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ ആ സമയത്ത് സ്റ്റൂ ആവൂല. കാരണം 7 മണിക്ക് അമ്മച്ചിരി 7:30 ആകുമ്പോൾ പള്ളിയിലത്തെ കഴിഞ്ഞൊക്കെ വരുള്ളൂ. അതായത് 9 മണിക്ക് നമ്മള് 9 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ സമാധാനപരമായ സ്റ്റൂ കഴിക്കും. പിന്നെ വിന്താലു എപ്പോഴാണ് കിട്ടുന്നത്? വീന്താലും ഒക്കെ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടാവും. ഉച്ച കഴിഞ്ഞ് വൈകിട്ട് എന്താ ഉള്ളത് സ്പെഷ്യൽ? വൈകിട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബീഫിന്റെ വീന്താലും ഉണ്ടാവും, ബീഫ് പച്ച മസാല ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റൂ ഫുൾ ടൈം ഉണ്ട്, പിന്നെ ഉപ്പിൽ വന്ന ഇറച്ചി പുട്ട്, ഇതൊക്കെ വൈകിട്ടത്തെ നമ്മുടെ ഒരു ഇതാണ്. ഇത്ര വിഭവങ്ങളാണ് നമ്മളെ ഈ ചമ്പക്കര നൈറ്റ്സിലുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും കാണിച്ചു കൂടി ഇപ്പൊ 2 ഉരുളക്കിഴങ്ങും കുറച്ച് ചാറും വെച്ചിട്ട് സ്റ്റൂ ആയിട്ട് കൊടുക്കണ പോലെയല്ല. ഈ സ്റ്റൂവില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് കൈകാര്യം ചെയ്താലാണ് ആ സ്റ്റൂ ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടിക്ക് നമ്മൾ സ്റ്റൂ ആക്കി കൊടുത്ത് ഒരു 80 രൂപ എന്നുള്ള രീതിയിലായിട്ട് കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന സാധനം ക്വാളിറ്റി ആയിട്ടുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, എന്നാൽ ഒരു ചെറിയ ഒരു കൈക്കൊച്ചിന് വരെ കൊടുക്കാവുന്ന ഒരു സെറ്റപ്പിലാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ വിശേഷങ്ങളും നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാൻ സാധിച്ചു. പിന്നെ ഇതിനകത്ത് നമുക്ക് പാർസലുണ്ടോ? പാർസൽ സർവീസ് ഉണ്ട്. പാർസൽ ഞാനിപ്പോൾ ഡിസ്റ്റൻസ് വരെ അല്ലേ? നമുക്കിപ്പോൾ ഈ 4-ാം തീയതി കഴിയുമ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ വരും, അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യും. പിന്നെ ഈ സൊമാറ്റോയിലൊന്നും ഞാനിത് ആഡ് ചെയ്തിട്ടില്ല, ചെയ്യാഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ അതിഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ വരുന്ന ഗസ്റ്റുകൾ അവരെ നല്ല രീതിക്ക്, കാരണം ദൂരേന്ന് പറഞ്ഞ ആൾക്കാര്, അവരെ നമ്മ ട്രീറ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഓൺലൈനിലേക്കുള്ള സംഭവം ഒന്നും ഞാൻ നോക്കുന്നില്ല. നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാർ എങ്ങനെ നല്ല രീതിക്ക് നോക്കുക, നല്ല രീതിക്ക് സർവ് ചെയ്യുക, ആ ഒരു രീതിയാണ് ഞാൻ നോക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഓൺലൈനൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇതിൽ തന്നെ കൂടുതൽ ശ്രദ്ധിച്ചത്. ഈ തിരക്കിന്റെ ഇടയ്ക്ക് ചില ഹോബികൾ ഉണ്ടെന്ന് പറഞ്ഞു. തിരക്കിന്റെ ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കിന്റെ ഹോബി അല്ല, നമ്മുടെ ടെൻഷൻ മാറാൻ വേണ്ടി, ഫ്രീ ആക്കാൻ വേണ്ടി. അതിപ്പോ എന്റെ 2 കൂട്ടുകാരുണ്ട്, റമീസ്, ഷാജിദ്. ഇവർക്ക് ഈ റൂംസിന്റെ ഒക്കെ പരിപാടിയാണ്. അപ്പൊ ഇവർക്ക് ഈ പറഞ്ഞ 5-6 പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ ഇവർക്ക് ഇതിന്റെ ഒരു പ്രഷർ കാര്യങ്ങളുണ്ട്. എനിക്കാണെങ്കിൽ ഈ ഹോട്ടലിൽ ഇറച്ചിക്കട ഇതിന്റെ ഒരു പ്രഷറുണ്ട്. ഞങ്ങൾ ഇതിന്റെയൊക്കെ ഒരു പ്രഷർ മാറ്റാൻ വേണ്ടി ഈ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് മീൻ പിടിക്കാൻ പോകും. മെയിൻ സാധനം അത് ഒരു ദിവസം പോലും പോയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു അതിന് വന്നേക്കണം, സമയമായി. അപ്പൊ ഇതുപോലെ തന്നെ അതിന് മെയിനായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് വന്നത്. പിന്നെ നമ്മ ഈ പറഞ്ഞ പിടിച്ച് കഴിക്കുന്ന മീനൊരു അത് വേറെ തന്നെ. അത് എന്ത് പറഞ്ഞാൽ നമുക്ക് ആശ കൊടുത്ത് വാങ്ങിച്ചാൽ കിട്ടാത്ത ഈ പറഞ്ഞ വലയിടാൻ പോകും. അത് കുറച്ചു നേരം പോയി ആ വെള്ളത്തിൽ പോയി ഇങ്ങനെ കിടക്കുമ്പോൾ ആ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടും. പക്ഷെ ആ സമയത്ത് അമ്മച്ചി കിച്ചണിലാണ്. പക്ഷെ അമ്മച്ചിക്ക് അറിയാം നമ്മുടെ ഒരു പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ഒരു പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി പിടിക്കാൻ പോകും. അമ്മച്ചിയുടെ പ്രഷർ കുറക്കാൻ വേണ്ടി അമ്മച്ചി പള്ളിയിൽ പോകും. അതാണ് ഇവിടെ ഡെയിലി നമ്മുടെ സൈക്കിളായിട്ടുള്ള ഒരു മെയിൻ പരിപാടി. എനിക്കിപ്പോ 36 വയസ്സ്. ഇപ്പൊ ന്യൂജൻ കാലഘട്ടമാണല്ലോ, പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് പുതിയതായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ്? പുതിയതായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാനുമ്മക്കളിയാണ്. ഒരിക്കലും കടം വാങ്ങിച്ച് കച്ചവടം ചെയ്യരുത്. കടം തരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നമ്മൾ ഒരിക്കലും കടം വാങ്ങിച്ച് കച്ചവടം ചെയ്യരുത്. നമ്മളെ കൊണ്ട് ഉള്ളത് വെച്ച് ഈ പറഞ്ഞ പോലെ അരമുറുക്കി കച്ചവടം ചെയ്യുക.
കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു കയറ്റവും ഇറക്കമുള്ളൊരു സംഭവമാണ്. ലാഭനഷ്ടം ഉണ്ടാവും. ആദ്യം ഒരിക്കലും ഫസ്റ്റ് നമ്മൾ ഒരു കച്ചവടം ചെയ്യുമ്പോൾ ആദ്യം ലാഭം മാത്രമേ കാണുള്ളൂ. കുറച്ചങ്ങാട് ഒരു ഏകദേശം കുറച്ചങ്ങാട് കഴിയുമ്പോൾ അത് നഷ്ടങ്ങൾ തുടങ്ങുമ്പോൾ ആരും തളരാൻ നിൽക്കരുത്. അവിടെ നമ്മുടെ വിജയത്തിൻ്റെ ഒരു പടിയാണ് നഷ്ടം. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ പിടിച്ച് നിൽക്കുക, മാക്സിമം പിടിച്ച് നിൽക്കുക. ബിസിനസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാളെയും ഏൽപ്പിച്ചിട്ട് പോകാവുന്നൊരു കാര്യമല്ല ബിസിനസ്. പിന്നെ നമുക്കറിയാവും പാടില്ലാത്തൊരു ഫീൽഡിൽ കയറി കളിക്കാനും നിൽക്കരുത്. ഇപ്പോൾ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ഇറച്ചിയുടെ പണി അറിയാം. ഞാൻ ഇറച്ചി കച്ചവടം ചെയ്തുകൊണ്ട് ഒരു പണിക്കാരില്ലെങ്കിൽ ഒരു പണിക്കാരിട്ടിട്ട് പോയാലും നമുക്ക് കയറി അവിടെ ചെയ്യാൻ പറ്റും. അതിൽ കുക്കിംഗ് അറിയാവുന്നതിൻ്റെ പേരിൽ ഒരു പാചകം ചെയ്യണവനാ, ഒരു ചായ അടിക്കണവനാ, ജ്യൂസ് അടിക്കണവനാ ഇട്ടിട്ട് പോയാലും ശരി നമുക്ക് ആ ഒരു ഫീൽഡ് ചെയ്യാം. അറിയാവുന്ന ഫീൽഡിൽ ചെയ്യുക. ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ആ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുക, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ആരും ഇല്ലെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു മനക്കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അതാണ് ബിസിനസ്സിൻ്റെ വിജയം. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. അപ്പോൾ അടുത്ത പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, എല്ലാവരും ചേട്ടൻ്റെ നാക്ക് പൊന്നാകട്ടെ. അമ്മച്ചിയുടെ പേര് ഗ്രേസി എന്ന്. ഓക്കെ, ഗ്രേസി ചേച്ചിയാണ് ഇവിടുത്തെ മെയിൻ അല്ലേ? ഈ സ്റ്റൂവിൻ്റെ ബ്രെഡിൻ്റെ മെയിൻ അല്ലേ? ഇത് എത്ര വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്താണത്? 2 മാസം കഴിഞ്ഞിട്ടുള്ള ശരിക്കും നേരത്തെ കൊടുക്കുവാണെന്ന് ഓർഡർ അനുസരിച്ച് കൊടുക്കുവായിരുന്നു. അതായത് വീട്ടിൽ ചെയ്ത് കൊടുക്കുമല്ലേ? കൊടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ അല്ല, ഇപ്പോഴാണ് ശരിക്കും ഒരു കച്ചവടമായിട്ട് അല്ലേ? നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ സ്റ്റൂവും അല്ലേ? ഇതൊരു ഐഡിയ മോൻ്റെ ആണോ അല്ലെങ്കിൽ അമ്മച്ചിയുടെ ആണോ? മോൻ്റെ തന്നെയാണ് അല്ലേ? അമ്മച്ചി എത്ര മണിക്ക് ഇത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണത്? ഞാൻ രാവിലെ പള്ളിയിൽ പോവും. എനിക്ക് പ്രാർത്ഥിക്കും. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അല്ലേ? എന്നിട്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കണത് അല്ലേ? എന്നിട്ടാണ് നമ്മുടെ ഇവിടെ വന്നിട്ട് കിച്ചണിൽ തുടങ്ങുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതും അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞു ജിജി. പള്ളിയിൽ പോയിട്ട് ഇവിടെ 4-5 പേര് വന്നിട്ട് ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു ചമ്പക്കര നൈസിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം അല്ലേ? എന്തൊക്കെയാണ് ഉണ്ടാക്കണത്? സ്റ്റൂവിൻ്റെ പണിയാണ് രാവിലെ. അത് തുടങ്ങി ഇപ്പോൾ വരെ സ്റ്റൂ തന്നെയാണ്. അല്ലേ? അതിങ്ങനെ തീരുന്നതനുസരിച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വർഷം വെക്കാൻ പോലും തരം കിട്ടണല്ലേ ഇപ്പോൾ. അതുപോലെ അമ്മച്ചിയുടെ ശരിക്കും നാട് ഇവിടെ തന്നെയാണോ? ഇല്ല, നാടിൻ്റെ വൈപ്പിങ്ങരയാണ്. ഓക്കെ. അപ്പോൾ ഇത് ഹസ്ബൻഡ്? അതെ. ഓക്കെ. പിന്നെ അതുകൂടാതെ ഓക്കെ. പിന്നെ സ്റ്റൂ ബ്രെഡും അല്ലാണ്ട് പിന്നെ അതൊക്കെയാണ് വീണ്ടാലും ഉണ്ടാക്കും, പച്ചമസാല ഉണ്ടാക്കും, ഫ്രൈ ഉണ്ടാക്കും. ഇങ്ങനെ കണ്ടാക്കും. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന അല്ലേ? അല്ല, നമ്മളൊരു വെറൈറ്റിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അല്ലേ? അതായത് മറ്റുള്ളവർക്ക് എല്ലാ സ്ഥലത്തും കിട്ടുന്ന പോലത്തെ സാധനമല്ല ഇവിടുത്തെ കിട്ടുന്നത്. അത് അമ്മച്ചിയുടെ ഒരു പ്രത്യേകത. ഞങ്ങൾ വീട്ടിലിറങ്ങാൻ കാര്യം ഇതൊക്കെ തന്നെയാണ് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കി പിള്ളേരാണെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിച്ചു നമുക്ക് ഇങ്ങനെ തുടങ്ങാന്നുള്ള ഒരു പ്ലാൻ വന്നത് തന്നെ. അല്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കുടുംബത്തിന് എല്ലാവരും കൂടി സഹകരിച്ച് വന്നപ്പോഴാണ് നമ്മളൊരു ബിസിനസ്സിലേക്ക് ഒരു അല്ലേ? അല്ല, അതൊരു വളരെ സന്തോഷമാണ്. പിന്നെ അമ്മച്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അമ്മച്ചി ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മോനെ കൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അല്ലേ? അമ്മച്ചിയുടെ ഒരു വാശിയാണത് അല്ലേ? അതായത് നമ്മുടെ മക്കൾക്ക് എങ്ങനെ കൊടുക്കുന്നു അതേപോലെയാണ് ഇവിടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണം. അത് അമ്മച്ചിയുടെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് ശരിക്കും. അല്ല, നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ നല്ല ടേസ്റ്റി ആയിട്ട് കൊടുക്കുക അല്ലേ? അതല്ലേ വളരെ സന്തോഷം. അത് കഴിച്ചത് നല്ലതെന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ കിട്ടുന്ന ആ ഒരു സന്തോഷം അല്ല, അത് അമ്മച്ചി ഇപ്പം ഈ പറയുമ്പോൾ തന്നെ അമ്മച്ചിയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് അല്ലേ? അല്ല, ഇപ്പം അമ്മച്ചി ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് ഏരിയയിൽ തന്നെ അമ്മച്ചീനെ അറിയാത്ത ആൾക്കാരില്ലെന്നാണ് ഇപ്പോൾ. എനിക്കറിയാം ഇവിടുത്തെ ഈ ചമ്പക്കര നൈറ്റ്സ് അല്ലേ? മേരി എന്നല്ലേ പേര്? അതെ. അല്ല, ഗ്രേസിയമ്മ ഇപ്പോൾ ഒരു ശരിക്കും ഒരു സെലിബ്രിറ്റിയാണ് ഇപ്പോൾ ചമ്പക്കര നൈറ്റ്സിന്റെ അല്ലേ? അതെ, ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും അതും അതാണല്ലോ, അത് മെയിൻ പാർട്ട് തന്നെയാണ്.
അപ്പോൾ ഇപ്പോഴും അവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചേച്ചിനെ ഇവിടെ വന്നിട്ട് ഈ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചത്. അപ്പോൾ ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ എന്താ? അങ്ങനെ ഒന്നുമില്ല മക്കളെ. അപ്പോൾ ഏതായാലും വളരെയധികം സന്തോഷം ചേച്ചി. അപ്പോൾ ഇനിയും എന്താ പറയുക, പുതിയ പുതിയ ഐറ്റംസ് നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കേട്ടോ. അതെ, ഇവിടെ ആദ്യമായിട്ട് വരണേണോ? അതെ, ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡിൻ്റെ? സൂപ്പർ ഫുഡ്, സ്പെഷ്യൽ മീൻദാലു, വെരി വെരി നൈസ്. എന്തൊക്കെ വാങ്ങി കഴിച്ചു? ഇവിടെ ബീഫിൻ്റെ സ്റ്റൂ മേടിച്ചു. എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും മേടിച്ചു. കാരണം എന്തായാലും കഴിച്ചിട്ട് 25 ദിവസമാണ്. ആണല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ ആദ്യമായിട്ട് കഴിച്ചത്. ഓഹോ. ഇതുവരെ കഴിച്ചിട്ടില്ല. ഇവിടെ ഉറപ്പാണ് ഇപ്പോൾ 25 വീണ്ടും കഴിക്കണം. പക്ഷെ ആ ഒരു അതുപോലത്തെ ടേസ്റ്റ് തന്നെയാണോ? ആ ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ അമ്മേനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം ഇവിടെ വീട്ടിൽ മമ്മിയും ഡാഡിയുടെ ഈ സാധനം ഉണ്ടായിരുന്നു. ഓക്കെ. അതൊരു രീതി ശരിക്കും